കൂട്ടുകാരെ, ബൈബിൾ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലെ 37-ാമത്തെ പുസ്തകമായ ഹഗ്ഗായിയിലേക്ക് കടക്കുകയാണ്. ഹഗ്ഗായി പ്രവാചകൻ പ്രവാസത്തിന് ശേഷം ജീവിച്ചിരുന്ന പ്രവാചകന്മാരിൽ ഒരാളാണ്. 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം ഒരു കൂട്ടം ഇസ്രായേലിയർ പേർഷ്യൻ രാജാവായ കോരശിന്റെ കൽപ്പനയെ തുടർന്ന് യെരുശലേമിലേക്ക് മടങ്ങി വരുവാൻ തീരുമാനിച്ചു. ഏകദേശം 50,000-ഓളം ആളുകൾ സെരുബാബേലിന്റെയും മഹാപുരോഹിതനായ യോശുവയുടെയും നേതൃത്വത്തിൽ മടങ്ങി വന്ന അവർ ആദ്യം ചെയ്തത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ യാഗപീഠം പണിയുക എന്നതായിരുന്നു. ആ ദേശനിവാസികളെ അവർ ഭയപ്പെട്ടിരുന്നു എങ്കിലും അവർ യാഗപീഠത്തെ പണിത് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഹോമയാഗങ്ങളെ അർപ്പിച്ചു. എന്നാൽ അന്ന് മന്ദിരത്തിന് അടിസ്ഥാനമിട്ടിരുന്നില്ല. ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷം അവരെല്ലാവരും കൂടി ആലയത്തിന് അടിസ്ഥാനമിട്ട് പണി തുടങ്ങി. പക്ഷേ അധിക നാൾ പണി തുടരുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ ശത്രുക്കൾ അതിന് തടസ്സം നിന്നു. അങ്ങനെ ഏകദേശം 15 വർഷത്തോളം ആലയത്തിന്റെ പണി മുടങ്ങിക്കിടന്നു. അതിനിടയിൽ പ്രവാസത്തിൽ നിന്നു വന്ന ഇസ്രായേലിയർ ആലയത്തിന്റെ പണി നിർത്തിവെച്ച് തങ്ങൾക്ക് തന്നെ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കുവാനും വീടുകളെ പണിയാനുമുള്ള ജോലിയിൽ വ്യാപരിച്ചു. എന്നാൽ അവരുടെ പ്രയത്നത്തിന് ഒരു ഫലവും ഉണ്ടായില്ല. ആകാശം മഞ്ഞു പെയ്യാതെ അടഞ്ഞിരുന്നു. ഭൂമി അനുഭവം കൊടുക്കാതെയിരുന്നു. ദൈവം സകലത്തിന്മീതെയും ക്ഷാമം വിളിച്ചു വരുത്തി. അങ്ങനെയൊരു സമയത്താണ് ദൈവം ഹഗ്ഗായി പ്രവാചകനിലൂടെ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്തത്. ദൈവത്തിന്റെ ആലയം ശൂന്യമായി കിടക്കുമ്പോൾ അവർ തട്ടിട്ട വീടുകളിൽ താമസിച്ച് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓടുന്നതിനെ ഹഗ്ഗായി വിമർശിച്ചു. അവരുടെ തെറ്റുകളെ തിരുത്തുവാനും എന്നാൽ ദൈവം പ്രസാദിക്കുമെന്നും അവൻ അവരെ പ്രബോധിപ്പിച്ചു. അങ്ങനെ സെരുബാബേലും യോശുവയും ജനത്തിൽ ശേഷിപ്പുള്ള എല്ലാവരും യഹോവയുടെ വാക്കായ ഹഗ്ഗായിയുടെ വാക്ക് കേട്ടനുസരിച്ചു. അവർ യഹോവയുടെ ആലയത്തിന്റെ പണി വീണ്ടും തുടങ്ങി. എന്നിരുന്നാലും തങ്ങൾ പണിയുന്ന ഈ ആലയത്തിന് പണ്ട് ശലോമോൻ പണിതപ്പോൾ ഉണ്ടായിരുന്ന ആലയത്തിന്റെ മഹത്വം ഒന്നും വരുന്നില്ല എന്ന് കണ്ട അവരുടെ ഹൃദയം കലങ്ങി. എന്നാൽ ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം ദൈവം അവരെ ധൈര്യപ്പെടുത്തി. ഇന്നതിന് മഹത്വം കുറഞ്ഞിരുന്നാലും ഇനിയും കുറച്ചു കാലം കഴിഞ്ഞിട്ട് ദൈവം തന്നെ ഈ ആലയത്തെ മഹത്വപൂർണമാക്കുമെന്നും ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം അതിന്റെ മുമ്പത്തേതിലും വലുതായിരിക്കും എന്നും അരുളി ചെയ്തു. അങ്ങനെ യഹോവ തങ്ങളോടുകൂടെ ഉണ്ട് എന്നും യഹോവയുടെ ആത്മാവ് തങ്ങളുടെ ഇടയിലുണ്ടെന്നും വിശ്വസിച്ച ജനം യഹോവയുടെ ആലയത്തിന്റെ പണി വീണ്ടും തുടർന്നു. ആ നാളുകളിൽ ദൈവം ഹഗ്ഗായി പ്രവാചകനിലൂടെ സെരുബാബേലിനുള്ള ഒരു വിശേഷമായ അനുഗ്രഹത്തെയും അറിയിച്ചു. സെരുബാബേൽ ദാവീദിന്റെ തലമുറയിൽപ്പെട്ടവനാണെങ്കിലും ദാവീദിന് ശേഷം സിംഹാസനത്തിലിരുന്ന ശലോമോന്റെ തലമുറയിൽ ജനിച്ചവനായിരുന്നില്ല. എന്നിരുന്നാലും ദൈവം പ്രവാസത്തിൽ ബാബേലിൽ ജനിച്ച സെരുബാബേലിനെ തന്റെ കയ്യിലെ മുദ്രമോതിരമാക്കി സിംഹാസനത്തിന്റെ അവകാശിയാക്കുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ ഹഗ്ഗായി പ്രവാചകന്റെ 4 മാസത്തെ പ്രവചന ശുശ്രൂഷയിലൂടെ ദൈവം തെറ്റിപ്പോയി ഇസ്രായേൽ ജനത്തെ മടക്കി വരുത്തുകയും മാനവജാതിയുടെ പ്രത്യാശ വെളിപ്പെടുത്തുന്ന വലിയ മർമ്മങ്ങളെ അറിയിക്കുകയും ചെയ്തു. ദൈവം അനുഗ്രഹിക്കട്ടെ.